ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഇന്നലെ കട്ട് ചെയ്ത പാൻറ്റീസിൻ്റെ സ്റ്റിച്ചിങ്ങാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. കട്ടിങ് എല്ലാവർക്കും മനസ്സിലായിരിക്കും വിചാരിക്കണം. മനസ്സിലാവാത്തവർ വീഡിയോ 2-3 പ്രാവശ്യമായിട്ട് കാണാം, അപ്പം മനസ്സിലാവും. ഇനി ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഇതൊക്കെ മടക്കി അടിക്കണം. ഇനി ക്രോസ് പീസ് വെച്ച് പുതിയാളുള്ളവർ അങ്ങനെ ചെയ്താലും മതി. ഞാനിപ്പോൾ ഇവിടെ ക്രോസ് പീസ് ഇല്ലാതെ ഈ തുണിമൺ തന്നെ മടക്കി അടിക്കുന്നു. അപ്പം ഇനി ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ചിങ് ഞാൻ പിന്നെ ഒരു ദിവസം ചെയ്യാം. ഇത് നമുക്ക് ഇങ്ങനത്തെ റൗണ്ട് പോലെയുള്ള നമുക്ക് അടിക്കണമെങ്കിൽ പെട്ടെന്ന് ചെയ്യണമെങ്കിൽ ഒരു പണിയുണ്ട്. എങ്ങനെയെന്നാ, ആദ്യം നമുക്ക് ഈ ഷേപ്പ് വരച്ചാൽ അവിടെ അടിക്കട്ടോ. ആദ്യം ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ആദ്യം ഒരു 1/4 ഇഞ്ചിൽ മടക്കുക. എന്നിട്ട് ഈ സ്റ്റിച്ചിൻ്റെ ഇതിലൂടെ അടിക്കുക. ഇതിലൂടെ ഇങ്ങനെ അടിക്കുക. ഇതിലല്ല, ഈ തലപ്പിലല്ല, ഇതിൻ്റെ അരുവ് കൂടെ അടിച്ച ഈ മടക്കിൻ്റെ അരുവ് കൂടെ ആദ്യം ഒരു അടി കൊടുക്കുക. എന്നാൽ നമ്മൾ ഈ റൗണ്ടിലുള്ള സ്റ്റിച്ചുകളൊക്കെ നമുക്ക് പെട്ടെന്ന് മടക്കിയെടുക്കാൻ കഴിയും. ഇനി ഇങ്ങനെ അടിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ, നമുക്ക് ഈ മടക്ക് വരുമ്പോൾ ഇവിടെ ഒരു വൃത്തികേടാവാതിരിക്കാനാണ് ഞാൻ ആദ്യം ഈ അരുവ് കൂടെ ഇതിലൂടെ അടിക്കണം പറഞ്ഞത്. ഇനി നമുക്ക് ഇത് ഇങ്ങനെ മടക്കി അടിക്കുക. ഒരു മടക്ക് കൂടി ചീത്ത വശത്തേക്ക് മടക്കണം കേട്ടോ. നല്ല വശത്തുനിന്ന് ചീത്ത വശത്തേക്ക് മടക്കി വെക്കണം. ഇത് ചീത്ത വശമാണ്. ഇനി നമ്മൾ അടിക്കുമ്പോൾ ഇനി അടിക്കണ അടി നമ്മൾ ഈ അരുവ് കൂടെ അല്ല, നമ്മളെ ഈ മടക്കി വെച്ച തലപ്പത്ത് കൂടെ അടിക്കണം. കണ്ട, നല്ല നീറ്റായിട്ട് മടക്കി അടിച്ചില്ലേ. അതുപോലെ തന്നെ ഈ വശവും ഒരു ഭാഗം നമ്മൾ അടിച്ചു, അതുപോലെ തന്നെ ഈ ഭാഗവും അങ്ങനെ അടിക്കുക. അപ്പം അങ്ങനെ നമ്മൾ 2 വശവും അടിച്ചു. ഇതാണ് നല്ല വശം, ഇത് ചീത്ത വശമാണ്. അപ്പോൾ ഈ 2 വശവും നമ്മൾ അടിച്ചു കേട്ടോ. ഇനി അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഇവിടെ അടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ മറ്റേ വശവും അടിക്കുക.
2 വശം അടിച്ചു. ഇനി നമുക്ക് ആവശ്യം പിന്നെ ഇലാസ്റ്റിക് ഇടാനാണ്. ഇലാസ്റ്റിക് ഇടാൻ നമ്മൾ നല്ല വശത്തുനിന്ന് ചീത്ത വശത്തേക്ക് മടക്കുക. ആദ്യം 1/4 ഇഞ്ച് മടക്കുക. പറ്റുന്നവർ ആദ്യം ഈ 1/4 ഇഞ്ച് സ്വന്തം ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. 1/4 ഇഞ്ച് സ്വന്തം ഇങ്ങനെ അടിക്കാൻ വയ്യാത്തവരാണെങ്കിൽ അത്. ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഈ 1/4 ഇഞ്ച് മടക്കി കൈകൊണ്ടൊക്കെ നല്ലോണം പ്രസ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഞാൻ അര ഇഞ്ച് വലുപ്പമുള്ള ഇലാസ്റ്റിക്കാണ് വെക്കുന്നത്, അര ഇഞ്ചിൽ. അപ്പോൾ നമ്മൾ ഈ ആദ്യം 1/4 ഇഞ്ച് മടക്കുക. എന്നിട്ട് അര ഇഞ്ചിലേറെ ഒരു 1/4 ഇഞ്ച് നമ്മൾ മടക്കുക. എന്തിനാ? എന്നെങ്കിൽ നമുക്ക് ഇലാസ്റ്റിക് ഇടാൻ അതിൽ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം 1/4 ഇഞ്ച് മടക്കുക. എന്നിട്ട് പിന്നെ 1/4 ഇഞ്ച് നമ്മൾ ഇലാസ്റ്റിക് ഏത് ഇലാസ്റ്റിക് എടുക്കണമെന്ന് വെച്ചെങ്കിൽ ആ ഇലാസ്റ്റിക്കിലേറെ ഒരു പോയിൻ്റ് കൂടുതൽ മടക്കുക. അപ്പോൾ ഞാൻ ആദ്യം 1/4 ഇഞ്ച് മടക്കി, പിന്നെ ഞാൻ ഇങ്ങനെ മടക്കുക. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഈ 1/4 ഇഞ്ച് മടക്കിയതിന് ശേഷം പിന്നെ ഇലാസ്റ്റിക് വെച്ച് നോക്കിയാൽ മതി എത്ര വീതി വേണ്ടിയിരുന്നു. അപ്പോൾ ആ ഇലാസ്റ്റിക്കിലേറെ ഒരു പോയിൻ്റ് ഏറെ വേണം കേട്ടോ. ഇങ്ങനെ ഇലാസ്റ്റിക്കിൽ അല്ലാണ്ട് ടൈറ്റായി കിടന്നാൽ ഇലാസ്റ്റിക് ഇതാവില്ല. അപ്പോൾ ഞാനിവിടെ അടിക്കണ അങ്ങനെ 1/4 ഇഞ്ച് മടക്കി അടിയിൽ സ്റ്റിച്ച് കൊള്ളാതെ നീക്കി വെക്കണം കേട്ടോ. പിൻ കൊണ്ട് ഇടാൻ ഇത്തിരി സ്ഥലം ഇവിടെ ഒഴിവിടണം കേട്ടോ. ഞാൻ കാട്ടിത്തരാം. ഇലാസ്റ്റിക്കുമ്പോൾ പിന്നെ ഇങ്ങനെ കുത്തുക. എന്നിട്ട് നമ്മളിപ്പോൾ ഇത്തിരി സ്ഥലം ഇവിടെ ഒഴിവിട്ടില്ല, ഈ ഒഴിവിട്ടി കൂടെ നമ്മൾ ഇലാസ്റ്റിക്കിനെ ഈ പിന്നു കൊണ്ട് കടത്തുക. അങ്ങനെ നമ്മളെ ഇലാസ്റ്റിക് ഇടൽ കഴിഞ്ഞു കേട്ടോ. ഇലാസ്റ്റിക് ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് പിന്നെ ഇലാസ്റ്റിക് ഞാൻ മുറിച്ചിട്ടില്ല, അപ്പോൾ അത് അളവ് പാകത്തിന് എടുത്തുകാണ്ട് അടിച്ചാലും മതി കേട്ടോ. ഞാൻ വലിയ ഇലാസ്റ്റിക് ഉണ്ടായപ്പോൾ എടുത്തതാന്നുള്ളൂ. ഇനി ഈ ഇലാസ്റ്റിക് ഞാൻ ഇവിടെ കട്ട് ചെയ്യണം. ഇനി ഇതിവിടെ കൂട്ടി അടിക്കുക. ചിക്കൻ നമുക്ക് 2-3 പ്രാവശ്യമായിട്ട് തിരിച്ചും മറിച്ചും അടിച്ചു കൊടുക്കട്ടോ.
നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ അതാക്കി കൊടുക്കണം. ഇത് നമ്മളിവിടെ ചെറിയ ഇതിട്ടിട്ടില്ല, നമ്മൾ ഇലാസ്റ്റിക് ഇടാനുള്ള ഒഴിവ് ഇട്ടിട്ടില്ല. ആ ഒഴിവിൻ്റെ അവിടെ നമ്മൾ അടിക്കട്ടോ. അപ്പം അങ്ങനെ നമ്മളിവിടുത്തെ അടി ഇലാസ്റ്റിക് ഇട്ടൊക്കെ അടിച്ചു. ഇതാ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ പിന്നെ വീട്ടിൽ നിന്നൊക്കെ ഇട്ട് കൊടുക്കാൻ നമുക്ക് ഇങ്ങനത്തെ തുണി ഉണ്ടെങ്കിൽ നമുക്ക് അടിച്ചാൽ മതി. പിന്നെ കുറച്ച് കട്ടിയുള്ള കോട്ടൻ്റെ തുണി വാങ്ങിക്കാണ്ട് അടിച്ചാൽ കുഞ്ഞുങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. എന്നാൽ ശരി, വീഡിയോ നിർത്തുന്നു. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം.